ആളിയാർ ഡാമിലേക്കുള്ള എൻ്റെ യാത്രയിലെ തമിഴ്നാടിൻ്റെ ചില കാഴ്ചകളാണ് ഈ കാണുന്നത്. തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ ഒരു ബസ്സിലായിരുന്നു എൻ്റെ യാത്ര. ഇപ്പോൾ നമ്മൾ ഡാമിൻ്റെ പ്രധാന കവാടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ₹5 ടിക്കറ്റ് എടുത്ത് വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. വലിയൊരു ഉദ്യാനത്തിൻ്റെ നടുവിലൂടെ നേരെ ചെന്ന് കഴിഞ്ഞാൽ ഡാമിൻ്റെ മുകളിലേക്കുള്ള ചവിട്ടുപടികൾ നമുക്ക് കാണാം. ആ പടിയിലൂടെ നേരെ മുകളിൽ കയറിയാണ് നമ്മൾ ഡാമിൻ്റെ റിസർവോയറിൽ എത്തിച്ചേർന്നത്. വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചിക്ക് പോകുന്ന യാത്രയിൽ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴെ വലിയൊരു ഡാമിൻ്റെ കാഴ്ച കാണാം. അതാണ് തമിഴ്നാട്ടിലെ ആളിയാർ ഡാം. ഞാനിപ്പോൾ ഉള്ളത് ആ ഡാമിനോട് ചേർന്നുള്ള ഡാമിൻ്റെ റിസർവോയറിൻ്റെ മുകളിലാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഭംഗിയാർന്ന കാഴ്ചയാണ് ആ ഡാമും അതിനു ചുറ്റുമുള്ള മലനിരകളും നമ്മൾക്ക് സമ്മാനിക്കുന്നത്. നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സിന് മുന്നോട്ട് പോകാൻ സാധിക്കുക. ആനമല കുന്നുകളാൽ ചുറ്റപ്പെട്ട പ്രകൃതി ദൃശ്യങ്ങളുള്ള മനോഹരമായൊരു സ്ഥലമാണ് ആളിയാർ ഡാം. പൊള്ളാച്ചിക്കും വാൽപ്പാറയ്ക്കും ഇടയിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. കോയമ്പത്തൂരിൽ നിന്ന് 64 കിലോമീറ്ററും പൊള്ളാച്ചിയിൽ നിന്നും 24 കിലോമീറ്ററും ചെന്നൈയിൽ നിന്നും 545 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം. 1959 69 ഇടയിൽ ആളിയാർ നദിക്ക് കുറുകെ നിർമ്മിച്ച ഈ അണക്കെട്ടിൻ്റെ പ്രാഥമിക ലക്ഷ്യം പൊള്ളാച്ചിയിലെയും സമീപ പ്രദേശങ്ങളിലെയും കൃഷി ആവശ്യത്തിനായി ജലസേചനം നടത്തുക എന്നതായിരുന്നു. 81 മീറ്ററാണ് ഈ അണക്കെട്ടിൻ്റെ ഉയരം. ഡാമിനോട് ചേർന്ന് നന്നായി പരിപാലിക്കുന്ന വലിയൊരു ഉദ്യാനവും. ഡാമിൻ്റെ മുകളിൽ നിന്ന് പൊള്ളാച്ചിയിൽ തെങ്ങിൻ തൊപ്പുകളുടെ ഭംഗിയാർന്ന കാഴ്ചയാണ് സഞ്ചാരികൾക്ക് ഈ ഡാം സമ്മാനിക്കുന്നത്. പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇവിടേക്കും അതുപോലെ തന്നെ വാൽപ്പാറയിലേക്കും ഇടവിട്ട് ബസ്സുകൾ ലഭ്യമാണ്. ₹5 ഡാമിലേക്കുള്ള പ്രവേശന ഫീസ്. കുട്ടികൾക്ക് ₹3. ചാലക്കുടിയിൽ നിന്നുള്ള 6:50 ഒരു പ്രൈവറ്റ് ബസ് വാൽപ്പാറയിലേക്കുണ്ട്. ആ ബസ്സിൽ കയറി നമ്മൾ അതിരമ്പള്ളി വഴി മലക്കപ്പാറ എത്തി അവിടെ നിന്ന് വാൽപ്പാറയിൽ ചെന്ന് തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ ഒരു ബസ് പിടിച്ച് നമ്മൾ ചുരം ഇറങ്ങിച്ചെന്ന് ഈ ഡാമിൻ്റെ മുന്നിലൂടെയാണ് ആ ബസ് നേരെ പൊള്ളാച്ചിലേക്ക് പോകുന്നത്. അപ്പം മുകളിൽ നിന്ന് നമുക്ക് നല്ലൊരു കാഴ്ചയാണ്. ഇവിടേക്ക് എത്തിച്ചേരാനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ചാണ്. 64 കിലോമീറ്റർ അകലെയുള്ള കോയമ്പത്തൂരാണ് ഏറ്റവും അടുത്തുള്ള എയർപോർട്ട്. ട്രെയിനിലാണെങ്കിൽ 24 കിലോമീറ്റർ അകലെയുള്ള പൊള്ളാച്ചിയാണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. 64 കിലോമീറ്റർ അകലെയുള്ള കോയമ്പത്തൂരാണ് പ്രധാന റെയിൽവേ ജംഗ്ഷൻ.